ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രയേലിലെ ബന്ദികൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചരിത്രം മാറ്റി തിരുത്തി എഴുതിയിരിക്കുന്നു. എന്താണെങ്കിലും അവർ മരിക്കും എന്നവർക്ക് ഏതാണ്ട് ഉറപ്പായി. ആ സാഹചര്യത്തിൽ മുഴുവൻ ലോക മനുഷ്യനും സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് തടസ്സമായി തീരുന്ന ഈ വിഭാഗങ്ങളിൽ ഒരുത്തനെയെങ്കിലും തീർത്താൽ അതൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കിയ ജൂതപ്പട ബന്ദികളെ കൊല്ലാൻ പിടിച്ചപ്പോൾ അവർ നിരായുധരാണ്, സൈനിക ബലമില്ല, രക്ഷപ്പെടും എന്ന് ഉറപ്പുമില്ല. ഒരു കാര്യം മാത്രം അവർക്ക് ഉറപ്പാണ്, കൊല്ലപ്പെടും. കൊല്ലപ്പെടുന്നതിന് മുമ്പ് മാരകമായി ഇവർ പീഡിപ്പിക്കും. ആ പീഡനങ്ങളേൽക്കാതെ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെടാൻ ഏറ്റവും നല്ലത് ഇതിൽ ഒരു ഭീകരനെയെങ്കിലും കൊണ്ടുപോകുക എന്നതാണ്. നിരായുധരായ അവർ മാരകമായ ആയുധങ്ങളും തലനിറയെ ജൂതവിരോധവുമായി നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇരച്ച് കയറി ആകെയുള്ളത് മനക്കരുത്തു മാത്രമാണ്. ആ മനക്കരുത്ത് ഉപയോഗിച്ച് ആവുന്നിടത്തോളം ശക്തിയിൽ കഴുത്ത് പിടിച്ച് ഞെരിച്ച് പറ്റുന്നിടത്തോളം ഭീകരന്മാരെ കൊല്ലുന്ന, സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടാകുന്നത് എന്നറിയാത്ത ഒരു സാഹചര്യം. എന്താണെങ്കിലും മരണം മുമ്പിൽ കണ്ടു നിൽക്കുവാണ്. പകച്ചു നിൽക്കാനല്ല ബന്ദികൾ ശ്രമിച്ചത്. ആപതും ധൈര്യം സംഭരിച്ച് അവസാന ശ്രമം എന്ന വണ്ണം നമുക്ക് ഭീഷണിയായിരിക്കുന്ന ഈ വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയെങ്കിലും ആ ഒരു ഭീകരനിൽ നിന്നെങ്കിലും ജൂതൻ മാത്രമല്ല സകല മനുഷ്യരും രക്ഷപ്പെടുമല്ലോ. ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ച യുദ്ധം പടർന്നു പിടിക്കുന്നത് മുഴുവൻ രാജ്യങ്ങളിലേക്കുമാണ്. ഇസ്രയേൽ മാത്രമല്ല, ഇറാൻ മാത്രമല്ല, ഇറാനെ പിന്നിൽ നിന്ന് നയിക്കാൻ അനേകം രാജ്യങ്ങളും ഇസ്രയേലിനെ പിന്നിൽ നിന്ന് നയിക്കാൻ അനേകം രാജ്യങ്ങളും, മുന്നിൽ നിന്ന് മുട്ടാൻ ഇസ്രയേലും ഇറാനും. പക്ഷേ ഇറാൻ എപ്പോഴും കഴുകന്മാരുടെ കണ്ണുകളാണ്. പിന്നിൽ നിന്നും മറ്റുള്ളവരെ പുഷ് ചെയ്ത് മുന്നോട്ട് തള്ളിവിടുക എന്നതിലുപരിയായി അവര് മുന്നോട്ട് വരില്ല. ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി, ഹൂതികളെ മുന്നിൽ നിർത്തി, ഹമാസിനെ മുന്നിൽ നിർത്തി ഇറാൻ പിന്നിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കും. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് കാണുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ സേന ആഞ്ഞടുക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇസ്രായേലിന്റെ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോകളിൽ അത് വ്യക്തമാണ്. ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നെന്നും ഇതിനെ പ്രതിരോധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. 100ഓളം യുദ്ധവിമാനങ്ങളാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ പ്രയോഗിച്ചത്. സൗത്ത് ലെബനനിലെ 1000ഓളം വരുന്ന മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം. തങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നു എന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ആക്രമണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തങ്ങളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണത്തിനൊരുങ്ങിയ ഹിസ്ബുള്ളയുടെ ലെബനനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കുടുംബങ്ങളെയും വീടുകളെയും രക്ഷപ്പെടുത്താൻ നടത്തിയ ഒരു ഓപ്പറേഷൻ. ഈ അടിക്കുറിപ്പോടുകൂടിയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്നത്. തങ്ങളെ ആക്രമിക്കുന്നതിനു വേണ്ടി എല്ലാ സൈനിക സന്നാഹ സാഹചര്യങ്ങളും
ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ഇങ്ങോട്ട് അടിക്കുന്നതിന് ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് സിംഹത്തിന്റെ മടയിൽ കയറി ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ ജൂതൻ പ്രയോഗിച്ചത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ചകൾ നടക്കുമ്പോൾ പല രാജ്യങ്ങളുടെയും കാല് പിടിച്ച് ഹമാസ് നേതാക്കൾ നടന്ന് ചെരുപ്പ് തേയുമ്പോഴും മറുഭാഗത്ത് ആഞ്ഞടിക്കുകയാണ് ഇസ്രായേൽ. അപ്പോഴും യുദ്ധം അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യമല്ല ഹമാസിനുമുള്ളത്. പല രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഓടിയെടുക്കുമ്പോൾ സംഭവിച്ചതിനേക്കാൾ ഏറെ നഷ്ടങ്ങൾ ഹമാസിനെ തേടിയെത്തുന്നു. ഹമാസിനെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഹൂതികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ലെബനന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ഇറാന് നഷ്ടമുണ്ടാകുന്നു. ഞായറാഴ്ച രാവിലെ ഇസ്രായേലിലേക്ക് 320ഓളം കത്യൂഷ റോക്കറ്റുകളും മിസൈലുകളും ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള അയച്ചു. അതിനു മറുപടിയായി ലെബനനിലെ 40ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് 100ഓളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയത്. ഇങ്ങോട്ട് ചൊറിയുക, അങ്ങോട്ട് മാന്തി പൊളിക്കലുകൾ കിട്ടുമ്പോൾ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് അറബ് രാഷ്ട്രങ്ങളോട് കേണ് നിലവിളിക്കുക. അതാണ് ഇതുവരേക്കും ഹമാസ് സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നാവികസേന അംഗം ഡേവിഡ് മോഷെ ബിൻ ഷിത്രത്ത് എന്ന 21കാരൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞു. 2 പേർക്ക് പരിക്കേറ്റു. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇസ്രായേലിൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആളുകൾ കൂട്ടം ചേരുന്നതും വിലക്കിയിട്ടുണ്ട്. സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന ആശങ്കയിലാണ് ഹിസ്ബുള്ള. കിട്ടിയ തിരിച്ചടിയിൽ പതറിയിരിക്കുന്നു. പരസ്പരം പോർമുഖം കടുപ്പിച്ച് ഇസ്രായേലും ലെബനൻ ആസ്ഥാനമായ സായുധ സംഘമായ ഹിസ്ബുള്ളയും നേർക്കുനേരെ മുട്ടുകയാണ്. ഇസ്രായേലിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ സ്ഫോടക ശേഷിയുള്ള നിരവധി ഡ്രോണുകൾ തൊടുത്തു എന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു. 320ലധികം റോക്കറ്റുകൾ ഇസ്രായേലിന് നേർക്കയച്ചതായി ഹിസ്ബുള്ളയും അവകാശപ്പെട്ടു. എന്നാൽ ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഭീകരമായിരുന്നു എന്ന് മാധ്യമങ്ങൾ എഴുതുന്നു. ഇസ്രായേൽ അത് എക്സിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു. ആ വ്യോമാക്രമണത്തെ തടുത്തു നിർത്താൻ ലെബനന് സാധിച്ചില്ല. ഇസ്രായേലിന് നേർക്ക് മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തുകൊണ്ടുള്ള വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറെടുത്തപ്പോൾ തന്നെ ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിക്കുകയായിരുന്നു. ഇസ്രായേൽ പൗരന്മാർക്ക് നേരെ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള പദ്ധതിയിട്ടപ്പോഴേക്കും ഹിസ്ബുള്ളയുടെ ആ ഗൂഢാലോചന നടത്തിയിരുന്ന കേന്ദ്രങ്ങൾക്ക് തീവയ്ക്കുകയായിരുന്നു ഇസ്രായേൽ. ഇതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ലെബനനിലെ ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ സൈന്യം സ്വയം സംരക്ഷണാർത്ഥമുള്ള ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്രായേലിന്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു, ഞങ്ങൾക്കവരെ ആക്രമിക്കണം എന്ന ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്കത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രതിരോധിക്കേണ്ടി വന്നു. ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് റോക്കറ്റുകളും മിസൈലുകളും തൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞതാ. അതിന് പിന്നാലെ വടക്കൻ ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറണുകൾ എങ്ങും മുഴങ്ങി. കാരണം ഏതു നിമിഷവും നമ്മൾ ആക്രമിക്കപ്പെട്ടേക്കാം. ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡറായ ഫുആദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പ്രശ്നം വഷളാകുന്നത്. ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയയ്ക്ക് സെക്യൂരിറ്റിയായി ബോഡി ഗാർഡായി പോയതാണ് ഹിസ്ബുള്ളയുടെ കമാൻഡർ ഇറാനിലേക്ക്. ആ ഇറാൻ അകത്ത് വെച്ച് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസ് ഭീകരന്റെ തല തെറിപ്പിക്കും മുമ്പ് ഹിസ്ബുള്ള ക്യാപ്റ്റന്റെ തല തെറിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. തങ്ങളുടെ കമാൻഡർക്കു നേരെ ഉണ്ടായ ആക്രമണത്തെ വ്യക്തമായ പ്രകോപനമായും യുദ്ധമായിട്ടുമാണ് ഹിസ്ബുള്ള കണക്കാക്കുന്നത്.
എന്നാൽ ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ഇസ്രായേലിൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലെബനന് നേർക്കുള്ള സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിലാണിത്. ഇസ്രായേലിന് നേർക്കെത്തിയ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളെ അവരുടെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർക്കുന്ന വീഡിയോകളും IDF പുറത്തുവിട്ടിട്ടുണ്ട്. ജൂതപ്പടയോട് പോരടിക്കാൻ, ജൂതപ്പടയോട് പ്രതികാരദാഹവുമായി ആഞ്ഞടിച്ച ലെബനനും ഹമാസുമൊക്കെ നിഷ്പ്രഭം ഇല്ലാതാകുന്ന കാഴ്ചകളാണ് കാണുന്നത്. 6-ാം നൂറ്റാണ്ടിന്റെ സംസ്കാരപ്രകാരം ജൂതപ്പകയാണ് ഇവരുടെ തലച്ചോറിൽ മുഴുവനും. ആ ജൂതപ്പകയും തലയിലേറ്റി ജൂതന്മാരെ മുഴുവനും ഞങ്ങൾ ഇപ്പോൾ ഇല്ലാതാക്കിക്കളയും എന്നുള്ള അഹങ്കാരത്തോടെ ജൂതന്മാരോട് ഓടിയെടുത്തു. കുറെ ഊളന്മാര് വന്നിട്ടുണ്ടല്ലോ. ഇവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയതാണല്ലോ, തുണി പൊക്കി നോക്കി അവനെ കൊന്നുകളയാൻ. അവരെ പറയുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇവരുടെ വൈകാരികതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. സാരമില്ല. 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകമാണ് ഈ 2 മതവിഭാഗങ്ങളെ തമ്മിൽ അകറ്റുന്നതെന്നും ഇങ്ങനെ ഒരുപാട് മനുഷ്യന്റെ രക്തം ചിന്താൻ കാരണം ഈ നൂറ്റാണ്ടിന്റെ പുസ്തകമാണെന്നും വരും തലമുറ മനസ്സിലാക്കുന്ന താമസം മാത്രമേ ഉണ്ടാകൂ ഈ ഗ്രന്ഥത്തിൽ. അത് കഴിഞ്ഞാൽ അതിന്റെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമുണ്ടായിക്കോളും. ലെബനനിലേക്ക് ഞായറാഴ്ച വെളുപ്പിനെ 40 തവണയാണ് മിസൈൽ ആക്രമണം നടന്നത്. വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചു ഇസ്രായേൽ. ശരിയാണ്, ഇസ്രായേലിനെ അങ്ങോട്ടടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണം? അടികിട്ടി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് തിരിച്ചടിക്കാമെന്ന് വിചാരിക്കണോ? അതോ അതിനു മുമ്പ് തന്നെ തിരിച്ചടിക്കണോ? ജൂതന്മാര് പുസ്തകം നോക്കി പഠിച്ചവരല്ല. 6-ാം നൂറ്റാണ്ടിന്റെ വേദഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കി അതിലെ കൊത്തിലും കോമയിലും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരല്ല. അവർ യുക്തിക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. സാഹചര്യ തെളിവുകളും സമ്മർദ്ദങ്ങളും എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് അവർക്കറിയാം. 100 സൈനിക വിമാനങ്ങൾ ആക്രമണത്തിന് വേണ്ടിയിട്ട് അയച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ പറയുവാണ്, ഞങ്ങൾക്ക് അതിലേറെ നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചു. 320 കത്യൂഷ റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് ലെബനനിലെ സായുധ സംവിധാനങ്ങളെ തരിപ്പണമാക്കുന്നു. ആയുധ കേന്ദ്രങ്ങൾക്ക് തീയിടുന്നു. ഇവരുടെ രഹസ്യ സങ്കേതങ്ങൾ, ഗൂഢാലോചന കേന്ദ്രങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്നു. കഴിഞ്ഞ മാസം ബെയ്റൂട്ടിൽ വെച്ച് ലെബനന്റെ ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡറായ ഫുആദ് ഷുക്കൂറിനെ ഇസ്രായേൽ തീയിട്ടു കൊന്നു. സ്ഫോടക വസ്തുക്കൾ വെച്ച് ചുട്ടുകളഞ്ഞു, കത്തിച്ച് പൊട്ടിത്തെറിച്ചു പോയി. അതിന് ഞങ്ങൾ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു. മധ്യ പൗരസ്ത്യ ദേശത്തെ മുഴുവനും അപകടത്തിലാക്കുന്ന രൂപത്തിലാണ് ഇസ്രായേൽ തിരിച്ചടി നൽകിയത്. ഹിസ്ബുള്ളയുടെ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് ഇസ്രായേലിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആണ് 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കാരണം ഇസ്രായേലിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്ന് ലെബനൻ അറിയാം. ഇസ്രായേലിലേക്കുള്ള ആദ്യഘട്ട തിരിച്ചടി ഏതാണ്ട് അവസാനിച്ചു എന്ന് ഹിസ്ബുള്ള അറിയിച്ചു. കാരണം അടുത്തത് ഇങ്ങോട്ട് വരും ഇപ്പൊ ഇസ്രായേലിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ ഉടനെ ഒന്നും തിരിച്ചടിക്കുന്നില്ല കേട്ടോ എന്നങ്ങ് പറഞ്ഞു വെച്ചു. അല്ലെങ്കിൽ ഇവര് തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് വരും മിസൈല്. കൂടുതൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇനിയും പ്രത്യാക്രമണം ഉണ്ടാകാതിരിക്കാനും വേണ്ടി സഖ്യരാജ്യങ്ങളുമായി ഇനി അടിയന്തര ചർച്ച വേണമെന്നാണ് ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി പറയുന്നത്. കാരണം ഇനി നമ്മൾ 2 രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കണ്ട, നമുക്ക് മീഡിയേറ്ററെ വെച്ചിട്ട് ചർച്ചകൾ ചെയ്യാം. ഇപ്പൊ ഹമാസ്
ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഇസ്രായേലിനെ ആക്രമിക്കുകയും 1400ഓളം ആളുകളെ കൊലപ്പെടുത്തി 257ഓളം ആളുകളെ പിടിച്ചു ബന്ധികളാക്കി. ആ ബന്ധികളെ ബലാത്കാരം ചെയ്ത് കുട്ടികളെ കഴുത്തറുത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൊന്ന് ഇസ്രായേലുമായിട്ടൊരു പോർമുഖം തുറന്നപ്പോൾ ഇത്ര വലിയ ആഘാതം തങ്ങൾക്കുണ്ടാകുമെന്ന് അറിഞ്ഞോ? പലസ്തീൻ മുഴുവനും നാമാവശേഷമാക്കുന്ന രൂപത്തിലുള്ള അഗ്നിയാണ് ഇസ്രായേലിനെ നമ്മുടെ മേൽ കയക്കാൻ പോകുന്നതെന്ന് ഇവരറിഞ്ഞു ഇല്ല. അപ്പോൾ ലെബനനും ഇസ്രായേലിനെതിരെ തുടങ്ങി വെച്ചപ്പോൾ നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാകുമെന്ന് ഏതാണ്ട് ലെബനന് മനസ്സിലായി. അതുകൊണ്ട് ബുദ്ധിപൂർവം പറഞ്ഞു, ഇനി ഞങ്ങൾ തിരിച്ചടിക്കില്ല, നമുക്ക് മീഡിയേറ്ററി ഒക്കെ വെച്ചിട്ട് നമ്മൾ രണ്ട് രാജ്യങ്ങളും പരസ്പരമുള്ള പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞങ്ങ് തീർക്കാം. അങ്ങനെ ആക്രമണം അവസാനിച്ചു എന്ന് കരുതണ്ട. ഇസ്രായേൽ ഒറ്റ വാക്കിൽ ഒതുക്കി. നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുമെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് കരുതി ഇനി നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാലേ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കൂ എന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ പറയുന്നു ആക്രമണം അവസാനിച്ചെന്ന്, പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അവസാനിച്ചിട്ടില്ല. ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചടിച്ചത് എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇസ്രായേലിലേക്ക് വന്ന 1000കണക്കിന് റോക്കറ്റുകൾ സൈന്യം പ്രതിരോധിച്ചു. ഒരൊറ്റ ആളപായമുണ്ടായില്ല. ഒരൊറ്റ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെട്ടില്ല, അഗ്നിക്കിരയാക്കിയില്ല, ഇരയായില്ല. നെതന്യാഹു അടിയന്തിരമായ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു, സൈന്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ 11 സൈനിക താവളങ്ങളും ബാരക്കുകളും ഗോലാൻ കുന്നുകളും ആക്രമിച്ചു എന്ന് ഹിസ്ബുള്ള പറയുന്നു. പക്ഷേ ഹിസ്ബുള്ളയുടെ ഒരൊറ്റ മിസൈല് പോലും നിലം തൊട്ടിട്ടില്ല. ആകാശത്ത് വെച്ച് തന്നെ അയൺ ഡോം സിസ്റ്റം തകർക്കുകയാണ് ചെയ്തത് എന്ന് എക്സിൽ ഇസ്രായേൽ കുറിച്ചു. ഇസ്രായേലിന്റെ വടക്കേ അറ്റത്തെ തീരമേഖലയായ നഹാരിയിൽ ഇസ്രായേലിന്റെ സൈനിക ബോട്ട് ഹിസ്ബുള്ള ലക്ഷ്യമാക്കിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന ദൃശ്യങ്ങളും സന്ദേശങ്ങളും. ലെബനനിൽ 3 പേര് കൊല്ലപ്പെട്ടു. അവരുടെ ധാരാളം സൈനിക ക്യാമ്പുകൾ ആക്രമിക്കപ്പെട്ടു. ഇസ്രായേലിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വടക്കൻ ഇസ്രായേലിൽ മുഴുവനും ഞായറാഴ്ച ഉച്ചവരെ തുടർച്ചയായി വ്യോമാക്രമണം മുന്നറിയിപ്പ് നൽകി. സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഇസ്രായേൽ അങ്ങനെയാണ്. ആദ്യം ഇസ്രായേലിലെ ജനതയെ സംരക്ഷിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. ബെൻഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു ഇസ്രായേൽ. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് എന്ന് അമേരിക്ക പറഞ്ഞു. പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ യോവ് ഗാലന്റുമായി സംസാരിച്ചു. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി അമേരിക്ക യുദ്ധക്കപ്പലും അന്തർവാഹിനിയും അടക്കം മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഖത്തറും അമേരിക്കയും ഉൾപ്പെട്ടവരുടെ നേതൃത്വത്തിൽ കെയ്റോയിൽ നടക്കാനിരിക്കുമ്പോഴാണ് ലെബനനും ഇസ്രായേലും തമ്മിൽ നേർക്കുനേരെ കൂട്ടിമുട്ടുന്നത്. ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായാൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ചർച്ചകൾ നയിക്കുന്ന ഈജിപ്തിനെ അടക്കം പ്രകോപിപ്പിക്കുന്ന നിലപാടുകളാണ് ഇസ്രായേൽ തുടരുന്നത് എന്നാണ് ഗാസ പറയുന്നത്. ഗാസ ഈജിപ്ത് അതിർത്തിയിലെ സൈനിക മുക്ത മേഖലയായ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകിയ ഹിസ്ബുള്ള നടപടിയെ ഹമാസും പലസ്തീൻ ഇസ്ലാമിക ജിഹാദികളും ഹൂദികളും ഒക്കെ അഭിനന്ദിച്ചു. ഇറാൻ ആണെങ്കിൽ പ്രത്യക്ഷത്തിൽ വരുന്നതേയില്ല. തിരിച്ചടി കിട്ടിയതിൽ മോങ്ങിക്കാറി ഒരു മൂലയ്ക്ക് പോയിരിക്കുക. ഈ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം മേഖല മുഴുവനും ബാധിക്കുന്ന യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് ജോർദാനും ഈജിപ്തും മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ ശനിയാഴ്ച ഇസ്രായേൽ സൈന്യം 71 ഗാസ നിവാസികളെ കൂടി കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിനകത്ത് ധാരാളം ഹമാസ് ഭീകരരും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.
മധ്യ ഗാസയിലെ ദൈർ അൽ ബലായിൽ കൂടുതൽ ടാങ്കുകൾ എത്തുന്നതായി റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുമെന്നാണ് പുറത്തു വരുന്നത്. ഗാസയിൽ 18 പേര് കൂടി ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് UN അവകാശപ്പെടുമ്പോൾ പലസ്തീനിലെ ഹമാസും ടീമുകളും എല്ലാം ഒരുമിച്ച് തിരിച്ച് ലക്ഷ്യം വെക്കുന്നത് ജൂതന്മാരുടെ ജൂത വംശഹത്യയാണ്. അതാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇന്ത്യയും US-ഉം ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അവർ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ്, അവരുടെ പക്ഷത്ത് നീതിയുള്ളത് കൊണ്ടാണ്. ഇസ്രായേലിന്റെ ടാങ്കും ഡ്രോണും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിൽ ഗാസയിൽ ഇസ്രായേലി ആക്രമണത്താൽ 17 പേര് കൊല്ലപ്പെട്ടു എന്ന് അവര് പുറത്തുവിടുന്ന റിപ്പോർട്ട് മാത്രം. മധ്യ ഗാസയിലും കൂട്ട കുടിയൊഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒരാളെയും വിടുന്നില്ല. ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ നിലനിന്ന് പോയേ പറ്റൂ. ഇസ്രായേലിലെ ഹിസ്ബുള്ള അങ്ങോട്ട് കയറി ആക്രമിച്ചപ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവരറിഞ്ഞില്ലേ? ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലൊക്കെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഇസ്രായേൽ സ്വാഭാവികമായും അവരുടെ അടിവേരറുക്കും. ആക്രമണത്തില് ഇസ്രായേലിന്റെ നാവികസേന അംഗം ഉൾപ്പെടെ 3 പേര് മരിച്ചു എന്ന് ഹമാസ് പറയുന്നു. ആക്രമണത്തെ തുടർന്നിട്ടാണ് ഇനിയും കൂടുതൽ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തന്നെ കാരണം അതാണ്. മന്ത്രിമാരെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ഒക്കെ ബങ്കറുകളിലേക്ക് സേഫായി ഇസ്രായേൽ ജനതയെ ഉൾപ്പെടെ ഇസ്രായേൽ സൈനിക നീക്കം മാറ്റിയിട്ടുണ്ട്. ഹിസ്ബുള്ള ആക്രമണത്തിന് മറുപടിയായി 40 ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ അഗ്നിക്കിരയാക്കിയത്. വേദനിപ്പിക്കാൻ തീരുമാനിക്കുന്നവരെ, ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നവരെ കുതികാല് വെട്ടുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഞങ്ങളെ ആക്രമിക്കുന്നത് വരെ കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളെ ആക്രമിക്കുമെന്ന് കണ്ടാൽ ഞങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കലാണ് ഞങ്ങളുടെ രീതി. യുദ്ധമോ തിരിച്ചടികളോ കൊള്ളയോ കൊലയോ ഒന്നും ഞങ്ങൾക്ക് ഭയവുമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. യുദ്ധം ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ റെഡി. നേർക്ക് നേരെ യോദ്ധാക്കളെ പോലെ യുദ്ധം ചെയ്ത് ജയിക്കാനും തോൽക്കാനുമാണോ ഞങ്ങൾ റെഡി? അതല്ല ഒരു വിട്ടുവീഴ്ചയുടെ സ്വഭാവത്തോടെ ചില കരാറുകൾ മുന്നിൽ വെച്ച് മധ്യസ്ഥ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ മാനിച്ച് സമവായ ചർച്ചകളുമായി ഒത്തുപോയി പിരിയാൻ, യുദ്ധം അവസാനിപ്പിക്കാനാണോ തീരുമാനം? അതിനും ഞങ്ങൾ റെഡി. പക്ഷേ എല്ലാത്തിനും മേലെ ഒന്നുണ്ട്, നീതിബോധം ഉണ്ടായിരിക്കണം. ഇതാണ് ഇസ്രായേൽ പറയുന്നത്. ഹിസ്ബുള്ള സംഘർഷത്തെ തുടർന്ന് ഇസ്രായേൽ ലെബനൻ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് UAE. ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ടെല്ലവീവ് താൽക്കാലികമായി അടച്ചു. ഒരു ഭീകരമായ യുദ്ധം ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചനയാണിത് എന്ന് ദേശീയ മാധ്യമങ്ങൾ എഴുതുന്നു. ടെല്ലവീവ് ബെയ്റൂട്ട് വിമാനങ്ങളുടെ ഇന്നലത്തെ സർവീസ് റദ്ദാക്കിയതായിട്ടാണ് ഇത്തിഹാദ് അറിയിച്ചത്. ടെല്ലവീവിലേക്കുള്ള ഫ്ലൈറ്റ് ദുബൈ വഴിയുള്ള ഇസ്രായേലിൽ തന്നെ റമോൺ വിമാനത്താവളത്തിലേക്ക് വഴി തിരിച്ചുവിട്ടു. വിമാനത്താവളങ്ങൾ തുറക്കും വരെ ഇതേ നിലയിലാണ് സർവീസ് എന്നാണ് പറയുന്നത്. മാരകമായ ഒരു ഭീകരമായ, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു യുദ്ധത്തെ സംബന്ധിച്ച് രാജ്യം മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന രൂപത്തിൽ ജനങ്ങൾ ആകെ ഭയവിഹ്വലരാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമവായ ചർച്ചകൾ ഫലം കാണുമോ എന്നാണ് ഈജിപ്തും
ഖത്തറും അമേരിക്കയും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലെബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ തൊടുത്തുവിട്ടു. ആക്രമണം നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് അധികൃതരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ചടിയായി ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 300-ലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള അയച്ചത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു. തെക്കൻ ലെബനനിലാണ് പ്രധാനമായും ആക്രമണം നടത്തിയത്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടന്നു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും. പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതായി അമേരിക്ക വ്യക്തമാക്കി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേരെന്നും പറയപ്പെടുന്നുണ്ട്. രാജ്യത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന്, ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചും ഉപദ്രവിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയ, ഹിസ്ബുള്ള സീനിയർ ജനറലായ ഫുആദ് ഷുക്കൂർ എന്നിവരുടെ കൊലയോടുകൂടിയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായത്. എന്നാൽ തങ്ങളൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണെന്നും ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് തിരിച്ചാക്രമിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഞങ്ങൾക്കുണ്ടെന്നും അതിന് പറ്റുന്ന സൈനിക സംവിധാനമുള്ള രാജ്യമാണ് ഞങ്ങളെന്നും ഇസ്രായേൽ തെളിയിക്കുകയാണ്. ഇപ്പോ ഇറാന്റെ അകത്തു കയറി ഹമാസ് നേതാവിനെ ചുട്ടുകൊന്നിട്ട് മൊസാദോ, IDF ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആളുകളോ ഞങ്ങളാണോ കൊന്നത് എന്ന് പറഞ്ഞിട്ട് ജയ് വിളിക്കാനോ കൊടി ഉയർത്താനോ വന്നിട്ടില്ല. ഇപ്പോഴും അമേരിക്ക അടക്കം ആരോപിക്കുകയാണ് ഇത് ഇസ്രായേൽ തന്നെ ചെയ്തതാണെന്ന്. ഒരു തെളിവ് പോലും ഇല്ലാതെ, ഒരു സൂചി പോയിന്റിൽ പോലും പിടിക്കപ്പെടാതെ എങ്ങനെയാണിത് വർക്കൗട്ട് ആക്കേണ്ടത് എന്ന് അറിഞ്ഞും പഠിച്ചും തന്നെയാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര നേതാവ് പറഞ്ഞു, അവസാന ജൂതനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ മക്കളെ നിങ്ങൾ വിശ്രമിക്കരുത്. ശരി, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതന്മാരെ മുഴുവനും ഇല്ലാതാക്കേണ്ടുന്ന ബാധ്യത മക്കളെ നിങ്ങൾക്കാണ്. ശരിയെന്ന അവസാനം ലോകത്തുള്ള ഒരു മനുഷ്യനും സമാധാനത്തോടെ ജീവിക്കരുത് എന്നാഗ്രഹിച്ച ഒരു ഗോത്ര നേതാവായ മുഹമ്മദ് തന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങളെ ജൂതന്മാരെ ഇല്ലാതാക്കിക്കോ കേട്ടോ. സകലതിനും കഴിവുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് കഴിവുണ്ട് ഇവരെ മുഴുവനും നശിപ്പിക്കാൻ അള്ളാഹുവിന് പറ്റും. പക്ഷെ എന്നാലും നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്തോ കേട്ടോ. തൽക്കാലം അള്ളാഹുവിനൊരു മൂടും തോന്നുന്നില്ല. ലോകാവസാനത്തിനടയാളമായി അള്ളാഹു എല്ലാവരെയും നശിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് ജൂതനെയും നശിപ്പിക്കണമല്ലോ. അങ്ങനെ ജൂതന്മാർ ഏതെങ്കിലും കല്ലിന്റെയും മരത്തിന്റെയും ഒക്കെ പിന്നിൽ പോയി പ്രാണരക്ഷാർത്ഥം ഒളിച്ചിരുന്നാൽ ആ കല്ലും മരവും ഒക്കെ ചൂണ്ടിക്കാണിക്കും, അത്രേടാ എന്റെ പുറകിലുള്ളത് ജൂതനാടാ, അവനെ അങ്ങ് ഇല്ലാതാക്കിക്കോടാന്ന്. എന്ത് ജൂതൻ ചെയ്ത തെറ്റ്? നരകത്തിൽ പോകുമല്ലേ? അള്ളാഹുവിനെ ആരാധിച്ചില്ല അല്ലേ? അത് തന്നെയല്ലേ നബിയുടെ മാതാപിതാക്കളും ചെയ്തത്. പ്രവാചകൻ പറഞ്ഞല്ലോ പ്രവാചകന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന്. സാധാരണഗതിയിൽ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് ആ ദേശത്തുള്ളവര് വന്നവരും നിന്നവരും തമ്മിലുള്ള പ്രശ്നമാണിത്. മനുഷ്യത്വവും അധികാരവും പണവും അവസരങ്ങളും സൗകര്യങ്ങളും തൊഴിൽ ഒഴുക്കുകളും കൂടുതൽ വേതനവുമൊക്കെ കിട്ടുന്നിടത്തേക്ക് അഭയാർത്ഥികൾ ഓടിക്കേറും.
ആദ്യകാലത്ത് കുറച്ച് നിരാശയുണ്ടാകും ഇവരുടെ മനസ്സിൽ, കാരണം പിറന്ന നാടൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങനെ ആ പ്രദേശത്തുള്ള ആ നാട്ടിലെ ആളുകൾ ഇവരെ സ്വാഗതം ചെയ്യും. ഇവരെ നിസ്സഹായതയോടെ നോക്കും. പാവങ്ങള് എല്ലാം നഷ്ടപ്പെട്ട് കയറി വന്നവരല്ലേ, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. മിണ്ടിയവൻ ഇലയെടുക്കണമെന്ന് പറഞ്ഞതുപോലെ ഒരാള് റോഡില് വിശന്നിരിക്കുക. അയ്യോ നീ ഒന്നും കഴിച്ചില്ലടാന്ന് റോഡിൽ കൂടെ പോന്ന് ഒരുത്തൻ ചോദിച്ചു. ഒന്നും കഴിച്ചില്ലടാ, വായോ. വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി കൈ കഴുകാൻ വെള്ളം കൊടുത്തു, ചോറ് കൊടുത്തു, കറി കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. അവസാനം തിന്നിട്ട് ഇല വരെ അവൻ അവിടെ വെച്ചിട്ട് പോയി, മിണ്ടിപ്പോയി. അതുകൊണ്ടിനി അവൻ തിന്ന ഇലയും കൂടി എടുക്കാൻ ബാധ്യസ്ഥനാണ് ഇവനെന്ന് പറഞ്ഞതുപോലെ വന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും നിന്നവർ ചെയ്തു കൊടുത്തു. നിസ്സഹായരായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവൻ കയ്യിൽ പിടിച്ചു വന്ന ആളുകളൊക്കെ വീട്ടുകാരേക്കാൾ മിടുക്കന്മാരായി. പതിയെ പതിയെ അവർ സമ്പത്തിന്റെ ഭൂരിഭാഗവും കൈക്കലാക്കി. അങ്ങനെ വീട്ടുകാരുടെ കഴിവില്ലായ്മയല്ല, അവരുടെ മനുഷ്യത്വം, എല്ലാ മനുഷ്യനെയും തുല്യമായി കാണാനുള്ള അവരുടെ ആ ഒരു മനോഭാവം. പിന്നെ അവർക്ക് മതമില്ലായ്മയും വലിയൊരു ഇവർക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യമാണ്. നല്ല സംസ്കാരമുള്ള, വിദ്യാഭ്യാസമുള്ള അവരിവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും നൽകിയപ്പോൾ പിന്നീട് അവരെ അടക്കി ഭരിക്കാൻ തുടങ്ങി വന്നവർ, നിന്നവരെ. അങ്ങനെ വന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നിന്നവർ. പിന്നീട് ആ അവസരങ്ങളിൽ നിന്നും ഈ വീട്ടുകാരെ തടയുകയും വിരുന്നുകാർക്ക് ഇവരെ കയ്യേറ്റം ചെയ്യാൻ എളുപ്പവുമാകുന്ന ഒരു സാഹചര്യം അവരുണ്ടാക്കി. മലേഷ്യയിലെ ചൈനക്കാരും തദ്ദേശവാസികളും തമ്മിലുള്ള പ്രശ്നം ഇതിന് എക്സാമ്പിളാണ്. സമ്പത്ത്, അവസരങ്ങൾ അതിൻ്റെ ഭൂരിഭാഗവും തദ്ദേശവാസികളുടെ കൈവശമാണെങ്കിലും പലപ്പോഴും വിരുന്നുകാർ അവിടേക്ക് ഇടിച്ചു കയറുന്നു. ബുദ്ധിമാന്മാർ കയറാൻ മടിക്കുന്നിടത്ത് വിഡ്ഢികൾ ഇരച്ചു കയറുമെന്ന് പറയാറില്ലേ, അതുപോലെ ഒടുവിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് കൂടി അവസരം നഷ്ടപ്പെടാൻ കാരണം ഇവരാണ് എന്ന് മനസ്സിലാക്കി നിന്നവർ വന്നവരെ ആട്ടിപ്പായിക്കുന്ന പ്രവണതയും നമ്മളിപ്പോൾ കണ്ടുവരുന്നു. അതിഥി തൊഴിലാളികളെ നോക്ക്, അവരുടെ മൂല്യങ്ങൾക്കും സംസ്കാരത്തിനും അനുസരിച്ച് അവർ ജീവിച്ചു പോകുന്നു. പക്ഷെ അവരിവിടെ വന്ന് അടങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ എപ്പോഴാണ് അവര് ഇന്നവര് വിരുന്നുകാരാ, എപ്പോഴാണ് അവര് വീട്ടുകാരാകുന്നത് എന്ന് നോക്കി നിന്നോണം. എപ്പോഴും വന്നവരെ ഉത്കണ്ഠയോടുകൂടി നോക്കുന്ന നിന്നവരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വേണ്ടുന്ന രൂപത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള പരിണിത ഫലമാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സംസ്ഥാനത്തെ ജനങ്ങൾ എന്നതിനപ്പുറം, ആ രാജ്യത്തെ ജനങ്ങൾ എന്നതിനപ്പുറം, മണ്ണിന്റെ മക്കൾ എന്നതിനപ്പുറം വന്നവർ ഇവിടെ അടക്കി ഭരിക്കുന്നു. അവര് ജോലി സാഹചര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മൂല്യങ്ങളുണ്ട്, അവര് യോഗ്യതകൾ നേടിയെടുക്കുന്നു, അവർക്കൊരുപാട് അവസരങ്ങൾ കൈവരുന്നു, കൈമൂച്ച് കാണിക്കുന്നു. അങ്ങനെ അവർ കാര്യക്കാരായി മാറുന്നു. പിന്നീടാണ് അർഹതയില്ലാത്തവർക്ക് അവസരങ്ങൾ നൽകിയതിൻ്റെ പേരിലാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷ് അധീനതയിലുള്ള മദ്രാസ് സ്റ്റേറ്റിലെ ആളുകൾ വിദ്യാഭ്യാസത്തിലും കഴിവിലുമൊക്കെ രാജകുടുംബത്തിന്റെ കീഴിലുള്ള ഹൈദരാബാദികളെക്കാട്ടിലും മുമ്പിലായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായി ആന്ധ്രാപ്രദേശത്ത് സംസ്ഥാനം രൂപീകരിച്ചു. അങ്ങനെ ആ സമയത്ത് ഹൈദരാബാദിലെത്തിയ മദ്രാസ് ജനത തദ്ദേശീയരായ തെലുങ്കാനികളെക്കാൾ എല്ലാ കാര്യത്തിലും മുന്നിലായി. അത് പിന്നീട് വർഷങ്ങൾ നീണ്ട ആക്രമണത്തിലേക്ക് നയിച്ചു. ഇതൊക്കെ കൊണ്ടുവന്നെങ്കിലും പ്രശ്നപരിഹാരം നടന്നില്ല. അവസാനം 2 സംസ്ഥാനങ്ങളായി വെട്ടിമുറിക്കേണ്ടി വന്നു. പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആസാമീസ് ജനതയെ ഒഴിവാക്കി സിംഗപ്പൂരിൽ നിന്ന് ചൈനക്കാരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ആസാമിലെ ആദ്യത്തെ കുടിയേറ്റ പ്രശ്നം. പിന്നെ പണിയെടുക്കാനായി ബംഗാളികൾ വന്നു. വളരെ പെട്ടെന്ന് തന്നെ മടിയന്മാരായ ആസാമികളെ ബംഗാളികൾ എല്ലാ കാര്യത്തിലും മറികടന്നു.
ആസാമിലെ ഭരണഭാഷ പോലും ബംഗാളിയായി കേട്ടോ. പിന്നീട് രക്തമൊഴുകിയ കലാപങ്ങൾ, ആയിരക്കണക്കിന് ആളുകളുടെ ശവങ്ങൾ കുമിഞ്ഞുകൂടി. ആസാം പിന്നീട് ഒരിക്കലും സമാധാനം കണ്ടിട്ടില്ലാത്ത ഒരു നാടായി മാറി. ആസാമിലെ പോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ. അവിടെ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ മറാത്തികളാണ്. അവർക്ക് കുറച്ച് കഴിവ് കുറഞ്ഞു പോയതുകൊണ്ട് അവിടെ കുടിയേറിയ മറ്റ് സംസ്ഥാനത്തെ ജനതകളൊക്കെ ഒരുപാട് പിന്നിലായി. പിന്നെ ബാൽ താക്കറെ, ശിവസേന ഈ വികാരം കത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനും ശ്രമിച്ചു. പിന്നീട് അത് മുസ്ലിം വിരോധമായി മാറി, വിദേശ വിരോധമായി മാറി. പിന്നീട് അത് ജാതിക്കും മതത്തിനും വർഗത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായ ഒരു പ്രശ്നമായി മാറി. പിന്നീട് കലാപമായി. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടണമായ ബോംബെ ഉപേക്ഷിച്ച് ബിസിനസ് കമ്മ്യൂണിറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരെ പോകേണ്ടി വന്നു. ഹരിയാനയിലും അത് തന്നെയാണ് പ്രശ്നം. ജനങ്ങൾക്ക് സ്വകാര്യ മേഖലയിലെ ജോലികൾക്കൊക്കെ 75% സംവരണം ഏർപ്പെടുത്തി. അതോടെ ഗുരുഗ്രാം എന്ന IT ഹബ്ബ് കമ്പനികൾ ജനങ്ങൾക്ക് വേണ്ടാതായി. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഗുരുഗ്രാം അതോടെ മറ്റ് നഗരങ്ങളുമായിട്ടുള്ള മത്സരങ്ങൾ കാരണം പുറകോട്ട് പോയി. എല്ലായിടത്തും ഇതാ കുടിയേറ്റക്കാരിൽ നിന്ന് തന്നെ ആദ്യം എത്തിയ ആളുകൾ പിന്നീട് വരുന്നവരെ, അവർ സ്വന്തം നാട്ടുകാരാകട്ടെ, വംശമാകട്ടെ, കുടുംബക്കാരാകട്ടെ, സംശയത്തോടെയും പേടിയോടെയും നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടായി. അമേരിക്കയിൽ, ജർമ്മനിയിൽ നിന്ന് വന്ന ജൂതന്മാരും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ജൂതന്മാരും പ്രത്യേകം സ്ഥലങ്ങളിലാണ് കുടിയേറിയത്. അതുപോലെ തന്നെ സമ്പത്തുണ്ടാക്കുന്ന കാര്യത്തിലും അവർ തമ്മിൽ വലിയ അന്തരമുണ്ട്. കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും, കറുപ്പ് വിഭജനം, ഇതൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. കറുത്ത വർഗക്കാരിൽ തന്നെ വലിയ രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ, ഗ്രൂപ്പുകൾ, കലാപങ്ങൾ, വർഗീയ ചേരിതിരിവുകൾ. കേരളത്തിലെത്തുന്ന അതിഥി തൊഴിലാളികൾ നമുക്ക് ചിലപ്പോൾ ബായിയാണ്, അല്ലെങ്കിൽ അവർ ബംഗാളിയാണ്. പക്ഷേ അവരിൽ തന്നെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട്, ഒത്തുപോകാത്ത സംസ്കാരങ്ങളുണ്ട്, പോരടിക്കാൻ തയ്യാറായ പഴയ ഗോത്ര വൈര്യമുണ്ട് അവരുടെ സിരകളിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മണ്ണിൻ്റെ മക്കളാണ്. ആഫ്രിക്കയിൽ നിന്ന് വന്ന് കുടിയേറിയാലും അതല്ല അഫ്ഗാനിൽ നിന്ന് വന്ന് കുടിയേറിയാലും മനുഷ്യന്മാരുള്ള കാലത്തോളം ഇതൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കും. വന്നവരും നിന്നവരും തമ്മിലുള്ള കലഹം എല്ലാ കാലത്തും നിലനിൽക്കും. ഇവിടെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരോടുള്ള മുസ്ലിം വിരോധം ചെറുതല്ല. അത് എവിടെ നിന്ന് വന്നതാണ്? ഈ പുസ്തകത്തിൽ നിന്നും വന്നതാണ്. 6-ാം നൂറ്റാണ്ടിൻ്റെ കിതാബുകളിൽ എഴുതിയത് കൊണ്ടാണ് ഒരു കയ്യിൽ 6-ാം നൂറ്റാണ്ടിൻ്റെ പുസ്തകവും മറുകൈയിൽ ആയുധവും വച്ച് അല്ലാഹു അക്ബർ വിളികളോടുകൂടി ഇവർ ജൂതന്മാരുടെ കഴുത്തറുക്കാൻ ഇറങ്ങുമ്പോൾ ഇവരുടെ തലകൾ ദൂരത്തെറിക്കുന്നു. കാരണം ജൂതന്മാരുടെ സംവിധാനം അത്രമേൽ വലുതാണ്. ജൂതന്മാർക്കറിയാം അവർക്ക് നിലനിൽക്കണം. അതിന് ഏറ്റവും വലിയ ഭീഷണി ആരാണോ അവരെ അവർ തിരിച്ചടിക്കും. ജൂതന്മാരെ മുഴുവനും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും തീവ്രവാദ സംഘടനകളും ഒരുമിച്ച് നിന്നപ്പോൾ ജൂതന്മാർക്ക് അവരുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു, അവരുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആത്മവിശ്വാസത്തോടെ ആഞ്ഞടിക്കാനും ലെബനൻ ഒടുവിൽ യുദ്ധം നിർത്തി എന്ന് കേണപേക്ഷിക്കാനും കാരണമായത്. നന്ദി.